കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹായ്, ഞാൻ നാദിർ ഷാ. എന്താണ് വൈറ്റ് റൂം ടോർച്ചറിങ് എന്നറിയാമോ? എന്നാൽ ഞാൻ പറയട്ടെ. വെളുത്ത നിറം നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകമായാണ് പൊതുവെ പറഞ്ഞു വയ്ക്കുന്നത്. മറുവശത്ത് കറുത്ത നിറത്തിന് തിന്മയുടെയും ഭീകരതയുടെയും മരണത്തിൻ്റെയും ഒക്കെ പട്ടമാണ് ചാർത്തിക്കൊടുത്തിട്ടുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം കുറച്ച് വ്യത്യസ്തമാണ്. വെളുത്ത നിറത്തിലുള്ള ഭീകരത നമ്മൾ അറിയാത്തത് കൊണ്ടാണ് വെളുപ്പിനെ നന്മയുടെ നിറമാക്കി മാറ്റിയിരിക്കുന്നത്. വൈറ്റ് ടോർച്ചറിങ് റൂം എന്നൊരു സങ്കല്പം തന്നെയുണ്ട്. സത്യത്തിൽ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ഭീകരമായ ഒരു ടോർച്ചറിങ് രീതിയാണ് ഇത്. ഒരുപാട് വിദേശ ഭാഷാ ചിത്രങ്ങളിൽ വൈറ്റ് റൂം ടോർച്ചറിങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇറാൻ, US, വെനിസ്വേല എന്നീ രാജ്യങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ വൈറ്റ് റൂം ടോർച്ചറിങ് വ്യാപകമായി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ ആക്ഷൻ സീരീസായ ദി ബ്രേവ് വൈറ്റ് റൂം ടോർച്ചറിൻ്റെ ഭീകരത ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുമുണ്ട്. എന്താണ് ഇതിത്രയും ഭീകരമാകുന്നത്? വളരെ പ്രാകൃതമായ ക്രൂരമായ ഒരു ശിക്ഷാരീതിയാണ് വൈറ്റ് റൂം ടോർച്ചറിങ്. പണ്ടുകാലങ്ങളിൽ കുറ്റാരോപിതരെ ഇത്തരം മുറികളിൽ അടച്ചിടുമായിരുന്നു. കൂടുതലും പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ പ്രതികളായവരും ജേർണലിസ്റ്റുകളുമൊക്കെയാണ് ഈ ശിക്ഷ നേരിട്ടിരുന്നത്. വൈറ്റ് റൂം ടോർച്ചറിനായി ഉപയോഗിക്കുന്ന മുറിയുടെ പ്രത്യേകത, മുറിയിൽ വെള്ളയല്ലാതെ മറ്റൊരു നിറത്തിലുള്ള സാധനങ്ങളും ഉണ്ടാകില്ല എന്നതാണ്. വെളുത്ത കട്ടിൽ, വെളുത്ത ഫാൻ, വെളുത്ത ലൈറ്റ്, വെളുത്ത കർട്ടൻ എന്നിങ്ങനെ ധരിക്കുന്ന വസ്ത്രം പോലും വെളുപ്പായിരിക്കും. ഒപ്പം ഭക്ഷണമായി നൽകുന്നതും വെളുത്ത ഭക്ഷ്യവസ്തുക്കൾ മാത്രമായിരിക്കും. വെളുത്ത ചോറ്, പാല്, മുട്ട, വെളുത്ത ബ്രെഡ് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെയുള്ള മുറികളിൽ താമസിക്കുന്നവർക്ക് കഴിക്കാനായി നൽകുന്നു. ഈ മുറിയിലുള്ളവർ കാണുന്നതും കഴിക്കുന്നതും എല്ലാം വെളുപ്പായിരിക്കും. ഈ മുറികളിൽ ജനാലകൾ ഉണ്ടാകില്ല. പുറത്തുനിന്നുള്ള ഒരു ശബ്ദം പോലും ഇവർക്ക് കേൾക്കാനാകില്ല. എത്ര കാലം ഇങ്ങനെ ഒരു മുറിയിൽ അടച്ചിടും എന്നത് കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ്. ചിലപ്പോഴത് ആഴ്ചകളോളം നീളും. ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും വരെ ഈ ശിക്ഷാരീതി നീണ്ടേക്കാം. ഇത്തരമൊരു ശിക്ഷയിലൂടെ കടന്നുപോയിട്ടുള്ള പല ആളുകളും പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ് ഇതെന്നാണ്. അടിക്കുകയോ മർദ്ദിക്കുകയോ ശാരീരികമായി വേദനിപ്പിക്കുക പോലും ചെയ്യാതെയാണ് ഇത്തരമൊരു ശിക്ഷാരീതി നടക്കുന്നതെങ്കിലും അതിനേക്കാളൊക്കെ വലിയ മാനസിക പീഡനമാണ് ഈ മുറികളിൽ നടക്കുന്നത്. വെറുതെ ഒരു മുറിയിൽ ആരെയും കാണാനോ ഒന്നും കേൾക്കാനോ കഴിയാതെ അടഞ്ഞു കിടക്കുക എന്നത് തന്നെ വലിയ ടോർച്ചറാണ്. അപ്പോഴാണ് മുഴുവൻ വെളുത്ത നിറം മാത്രം കാണാൻ കഴിയുന്ന ഒരു മുറി, ഒരിക്കലും വെളിച്ചം അണയാത്ത, ഇരുട്ടെന്തെന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഇടമാണ് അത്. കണ്ണുകൾ ഇറുക്കി അടച്ചാൽ പോലും ഇരുട്ടറിയാൻ സാധിക്കാത്ത മുറി. 24 മണിക്കൂറും വെളുത്ത ബൾബുകൾ ഈ റൂമിൽ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പരിധിയിൽ കൂടുതൽ നാൾ ഇത്തരം മുറികളിൽ താമസിക്കുന്നവർക്ക് ഓർമ്മ നഷ്ടപ്പെടുക പോലും ചെയ്യുന്നു. ഈ മുറികളിൽ താമസിക്കുമ്പോൾ സമ്മർദ്ദം കൂടുന്ന ആളുകൾ ചിലപ്പോൾ മറ്റൊരു നിറം കാണാനായി സ്വയം മുറിവേൽപ്പിച്ച് ചോരയുടെ നിറമെങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു ശിക്ഷാരീതിയുടെ അവസാനം സംഭവിക്കുക സ്വാഭാവികമായും ഈ പ്രതി വലിയൊരു ഡിപ്രഷനിലൂടെ കടന്നുപോകും എന്നത് തന്നെയാണ്. മാനസികമായി വലിയൊരു ആഘാതം തന്നെ ഇവർക്ക് നേരിടേണ്ടി വരും. ഒരുപാട് കാലം ഇതേ മുറിയിൽ കഴിച്ചു കൂട്ടിയാൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതുപോലെ സെൻസറുകൾ നശിച്ചു പോകാൻ തുടങ്ങും. കാഴ്ച, കേൾവി, മണം, രുചി എന്നിവ അറിയാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓർമ്മകൾ നഷ്ടപ്പെട്ട് തൻ്റെ മാതാപിതാക്കളെയോ മക്കളെയോ ജീവിത പങ്കാളിയെപ്പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. കൂടുതൽ കാലം കഴിയുന്നതോടെ സ്വയം ആരാണെന്ന് പോലും തിരിച്ചറിയാനാവാതെ വലിയ മാനസിക രോഗങ്ങൾക്ക് അടിമയാകും. പ്രത്യക്ഷത്തിൽ ഇത് വലിയ പ്രശ്നമില്ല എന്ന് തോന്നുമെങ്കിലും ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും മൃഗീയമായ ശിക്ഷയാണ് വൈറ്റ് റൂം ടോർച്ചറിങ്. ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നതിൻ്റെ മറ്റൊരു രീതിയെന്ന് ചുരുക്കി പറയാം.
മാനസികമായി എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഈ പ്രതികൾക്ക് ചികിത്സ ലഭ്യമാക്കുകയുമില്ല. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.